ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വന്തം വോയിസിൽ വന്നിട്ട് എനിക്കുണ്ടായ ഒരു നല്ലൊരു അനുഭവത്തെക്കുറിച്ച് ഷെയർ ചെയ്യാൻ വന്നത്. ഞാൻ ഈ അടുത്ത് പ്യൂപ്പയിൽ പോയിരുന്നു, തരുമൂർത്തി സാറിൻ്റെ പ്യൂപ്പ ആക്ടിങ് വർക്ക്ഷോപ്പ് സെഷൻ. ഇറ്റ്സ് എ സ്ട്രെസ് റിലീഫ് അങ്ങനെയൊക്കെ പറയാം. ഒരു ബ്യൂട്ടിഫുൾ ഒരു 2 ഡേ അറ്റൻഡ് ചെയ്ത ഒരു ആളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യേണ്ടി വന്നതാണ്. എന്താ പറയുക, ഒരുപാട് പേര് എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ എന്താണ് അനുഭവം അറിയാൻ വേണ്ടി ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത്. സോ ഞാൻ ആദ്യമായിട്ട് ഈ പ്യൂപ്പയെക്കുറിച്ച് അറിയുന്നത് കുറേ റീല് വഴിയും, അതേപോലെ തന്നെ 2-3 പേര് എന്നോട് അതിൽ പോയവരെന്നോട് പറഞ്ഞു, ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ കുറച്ചെങ്കിലും നമുക്കൊന്ന് ബാക്ക് ടു നോർമൽ, നമുക്ക് എവിടെ നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടിയാലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അതെന്താണെന്ന് അറിയാൻ നോക്കി. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ റീലും വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരുപാട് ആൾക്കാർ ഒത്തുകൂടുന്ന നല്ലൊരു സ്ഥലം, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എവിടേക്കോ സ്റ്റക്കായി പോയി നിൽക്കുന്ന ആൾക്കാർ ഒത്തുകൂടി എല്ലാവരും കുറച്ച് പോസിറ്റീവ് കിട്ടുന്ന ഒരു പ്ലേസ്, അങ്ങനെ പറയാം. ഇറ്റ്സ് നോട്ട് എന്താ തെറാപ്പി, അതൊന്നുമല്ല. ഇറ്റ്സ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒത്തുകൂടുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ വെച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തും തുറന്ന് സംസാരിക്കാനുള്ളൊരു നല്ലൊരു സ്ഥലം. സോ കഴിഞ്ഞ ദിവസം 18-19 മാജിക് ലാൻഡേൺ സെറ്റ് ചെയ്ത തരുൺമൂർത്തി സാറിൻ്റെ പ്യൂപ്പ സീസൺ 20 ഞാൻ പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര ഫിയറായിരുന്നു. കാരണം കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സാണ്, പല പല സ്ഥലത്ത് നിന്ന് ആൾക്കാരാണ്, പല പല മെൻറ്റാലിറ്റിയാണ്. ഞാൻ എങ്ങനെ പെട്ടെന്ന് അവരായിട്ട് മിങ്കിളാവുക എന്നൊക്കെ എനിക്കൊരു സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഞാൻ അവരെന്ത് ചെയ്യുന്നു, എന്തിനെക്കുറിച്ച് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എനിക്ക് ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഞാനത് സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ സീസൺ 20 ഫസ്റ്റിലേക്ക് പോകുമ്പോൾ അത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. കാരണം ഓരോ സീസണിലും വ്യത്യാസമാണ്, എന്നാലും അതിൻ്റെ ഒരു ഏകദേശം ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്കുണ്ടായ പേഴ്സണൽ അനുഭവമാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ അവിടെ പോയി ആദ്യ ദിവസം തന്നെ എല്ലാവരുമായിട്ട് പതുക്കെ 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 വളരെ പതുക്കെയായിരുന്നു കമ്പനി ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പോലും അറിയാതെ പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്നു ബ്ലെൻഡ് ആയത് എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പം ഞാൻ ഓക്കെ, ഞാൻ പതുക്കെ പതുക്കെ അല്ലാണ്ട് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് അവരുടെ അടുത്ത് ബ്ലെൻഡ് ആയപ്പോൾ ഞാനും അതിൽ ഭയങ്കര കംഫർട്ടായി പോയി പെട്ടെന്ന്. ഓരോ 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 വ്യക്തികൾക്കും പറയാനുള്ള ഓരോരോ കഥകളും, ഓരോരോ 88-89 പേരുണ്ടായിരുന്നു അവിടെ. ഈ 2 ദിവസം കൂടെ ഉണ്ടായിരുന്നത് തരുൺമുഖി സാറും സാറിൻ്റെ അച്ഛനുമാണ്. സോ അവരുടെ മെമ്മറീസ് ആയാലും അവരുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരുപാട് ഒരുപാട് നമുക്ക് സ്റ്റക്കായിരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എണീച്ച് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ നമുക്ക്. എന്ന് വെച്ചിട്ട് അവരവിടെ ആക്ടിങ് വർക്ക്ഷോപ്പ് അല്ല ചെയ്യുന്നത്, അതിനുപരി നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ആക്ടിങ് പരിപാടിയൊക്കെ നടന്നു പോകുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ലൈഫിൽ ഒരു പ്ലേസിൽ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് തന്നെ കയറി വരാം. പക്ഷേ ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ബാക്ക് പുഷ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ പറ്റും എന്നെനിക്ക് ഒരു സമയത്ത് തോന്നിയിരുന്നു. ഞാനായിട്ട് കയറി വരികയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. പക്ഷേ ദർ ഇസ് എ ഹാൻഡ്, അവിടെ ഒരു ബാക്ക് പുഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് കയറി വരാം എന്ന് തോന്നി. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പ്യൂപ്പയിൽ പോയത്. ആൻഡ് അത് സംഭവിച്ചു. യെസ്, എന്താ പറയുക, ഞാൻ 2 ദിവസം എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഡേ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടി. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കിട്ടി, ഒരുപാട് നല്ല മെമ്മറീസ് കിട്ടി. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ്. പക്ഷേ ആ ഇമോഷണൽ ആയത് എനിക്ക് എന്താ പറയുക, ഐ വാസ് ലൈക്ക് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇത്രയും പെട്ടെന്ന് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് ഇത്രയും ബ്ലെൻഡ് ആവുമെന്നും അവരുടെ അടുത്ത് എൻ്റെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നു. എൻ്റെ ഉള്ളിലൊരു നടൻ, ആ നടനെ എനിക്ക് എക്സ്പോഷർ ചെയ്യാൻ കുറച്ചെങ്കിലും സാധിക്കുമെന്നും എനിക്ക് സ്റ്റക്കായി പോയ കാര്യങ്ങളൊക്കെ എനിക്ക് വീണ്ടും തുടങ്ങാൻ പറ്റുമെന്നും ഒക്കെ എനിക്ക് 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ 2 ദിവസം തീരല്ലേ എന്നാവും നമ്മൾ രണ്ടാമത്തെ ഫൈനൽ ദിവസം ആവുമ്പോൾ നമ്മൾ ചിന്തിക്കുക,
ഭയങ്കര രസമായിരുന്നു എനിക്ക്. ഓരോരോ ഓരോ മൊമെന്റ്സും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഒത്തിരി നല്ല സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി. അതിൽ എന്താ പറയുക, ഓരോ വ്യക്തിക്കും ഓരോ ഇമോഷൻസ് എന്ന് പറഞ്ഞ സാധനം വളരെ വലുതാണ്. അത് അവരവിടെ വന്ന് എക്സ്പ്രസ് ചെയ്തതും അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതേപോലെ ഒരുപാട് ആളുകൾ അവരതൊന്ന് ഓക്കെ ആവുന്നുണ്ട്. കുറച്ച് നേരത്തെങ്കിലും ഒരു ഓക്കെ ആയിട്ട് അവർ ഹാപ്പി ആവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനും അതിൽ ഒരു ഭാഗമായി. ഞാനും ഇപ്പോൾ ആ സ്ട്രെസ് റിലീഫ് ആവുന്നു എന്നറിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ആൻഡ് പ്യൂപ്പ ഇറ്റ്സ് നോട്ട്, എന്താ പറയുക, വെറും ഒരു റീലുകളിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് റിലീഫ് ആക്ടിംഗ് വർക്ക്ഷോപ്പ് ചെയ്യുന്ന വെറും ഒരു ഞാൻ 2 എണ്ണത്തിൽ പോയിട്ടുണ്ട്. സോ അത്ര ഞാൻ പോയിട്ടുള്ളൂ. 2 ഇതേപോലത്തെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ പ്യൂപ്പയാണ്. ആൻഡ് തരുൺമൂർത്തി സാർ ഈസ് എ ലെജൻഡ്. എന്താ പറയുക, പുള്ളി വലിയൊരു ഡയറക്ടറാണെന്നോ അല്ലെങ്കിൽ വലിയ കോടികൾ വാങ്ങിയ സിനിമയുടെ ഡയറക്ടറാണെന്നോ അങ്ങനത്തെ ഒന്നുമില്ല. ഈസ് ലൈക്ക് ഡൗൺ ടു ദ എർത്ത്. നമ്മളിലുള്ള ഒരാളായിട്ട് നമ്മുടെ കൂടെ തന്നെ 2 ദിവസം നമ്മുടെ കൂടെ ഈ 88 പേരെയും ആള് മനസ്സിലാക്കി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഇങ്ങനെ എന്താ പറയാ, ഞാൻ ഭയങ്കര ഫാന്റസി വേൾഡിലായി പോയി. ഈശ്വര, അത് തീരല്ലേ, ഞാൻ തിരിച്ചെന്റെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഒരുപാട് ഇമോഷണൽ ആയിട്ടുണ്ട്. സോ ഒരിക്കലും ലൈഫിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ എല്ലാം മാറ്റി വെച്ച്, ഫോണും കാര്യങ്ങളും ഒന്നും അവിടെ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു 2 ദിവസം നിങ്ങൾ ഇതിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർത്തായിരിക്കും. എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് അനദർ വേൾഡ്, അനദർ ലൈഫ്. നമുക്ക് എൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. അത് പല സമയത്തും പല അവസ്ഥയിലും കാണിക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ കാണിക്കാതിരുന്നുണ്ട്. അതൊക്കെ ക്രിഞ്ചാവുമോ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള പ്രായമല്ലല്ലോ ഇപ്പോൾ എന്നൊക്കെ ചിന്തിച്ചിരുന്ന കുറേ എക്സ്പ്രസ് ചെയ്യാൻ പേടിച്ചിട്ടുള്ള അവസ്ഥകളൊക്കെ ഞാൻ അവിടെ പോയപ്പോൾ അതൊന്നും ക്രിഞ്ചല്ല. നമുക്ക് ഒറ്റ ലൈഫുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. മോശമായിട്ടുള്ളല്ലോ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നല്ലതായിരിക്കാം, നല്ലത് തന്നെ ചെയ്യുക, നല്ലതിന് വേണ്ടി ചെയ്യുക. മറ്റുള്ളവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ വേദന നമ്മൾ അറിയുമ്പോൾ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയാം. നമ്മുടെ ഓപ്പോസിറ്റിലുള്ള വിഷമം അറിയുമ്പോൾ നമ്മൾ മനുഷ്യനാവുന്നു എന്ന് പറയാം. യെസ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഞാനത് വെറുതെ വന്ന് പറയുന്നതല്ല, അവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല. എനിക്കിത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്നെപ്പോലെ, അതേപോലെ എന്നെക്കാളും ഉപരി ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്യൂപ്പ അറ്റൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾ നാളെ ഒരു പ്യൂപ്പയെ മാറും. എന്നെപ്പോലെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾ ഉറപ്പായും ആ സ്റ്റക്കിന്ന് ഒരു സ്റ്റെപ്പ് നമുക്ക് കയറാനുള്ള ഒരു ബാക്ക് പുഷ് കിട്ടും. സോ താങ്ക് യു തരുൺ സാർ, താങ്ക് യു പ്യൂപ്പ, താങ്ക് യു ഈ ക്രൂ, മാജിക് ലാൻഡ് ആൻഡ് എവറിത്തിങ്, എല്ലാ ഫ്രണ്ട്സ്, ലോട്ട് ഓഫ് മെമ്മറീസ്, ലവ് യു ഗൈസ്, താങ്ക് യു ഫോർ എനിക്ക് എന്നെ തിരിച്ചു തന്നതിന്. സ്റ്റക്കായി നിന്ന് പോയ എന്നെ എനിക്ക് വീണ്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുള്ള ഒരു ഹാപ്പിനെസ്, ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇല്ലാതെ എന്തൊക്കെയോ പറയാണ്. ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർത്താവും. നിങ്ങളുടെ മെൻ്റൽ റിലീഫ്, നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാതും ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. സോ തരുൺ സാറും ടീമും ആരും നിങ്ങളെ ഒരിക്കലും നിരാശയാക്കില്ല. അവിടെ എന്തോ ഉണ്ട്, ഒരു ശക്തിയുണ്ട്. താങ്ക് യു ഗൈസ്.